മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രമേയം വി വർഷിപ്പ് ദ ട്രിന്യൂ ഗോഡ്. ത്രിയേക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ വചനധ്യാനത്തിൻ്റെ കുറിപ്പ് വാട്സപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്കത് സഹായകമാകും. വിശദ വിവരങ്ങൾക്ക് യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് പരിശോധിക്കുക. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരുമിച്ച് വചനം പഠിക്കാം, വചനം ധ്യാനിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പ്രാർത്ഥനയോടെ വചനധ്യാനത്തിനായി നമുക്ക് മുതിരാം. ത്രിയേക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്താണ് ആരാധന? ആരാധന എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തിലെ ആത്മീയ രംഗത്ത് ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ആരാധന എന്താണെന്ന് അദ്ദേഹം ഒരു ഉദ്ധരണിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ആ ഉദ്ധരണി ഇങ്ങനെയാണ്: അസാധാരണ അനുഭവങ്ങളുടെ പിന്നാലെ ഓടുന്നതല്ല യഥാർത്ഥ ആരാധന, മറിച്ച് സാധാരണ ജീവിതത്തിൽ സന്നിഹിതനായ ദൈവത്തെ കണ്ടെത്തുന്നതാണ് ആരാധന. നമുക്കറിയാം, ഇന്ന് അസാധാരണമായ അനുഭവങ്ങൾക്ക് വേണ്ടി ജനം ആരാധനയ്ക്ക് വേണ്ടി വെമ്പലോടുകൂടെ ഓടുകയാണ്, ക്ഷീണിക്കുകയാണ്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ആരാധന? സാധാരണ ജീവിതത്തിൽ സന്നിഹിതനായ ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് ആരാധന. ഈ അടുത്ത സമയത്ത് ഇത്രയും ഹൃദ്യമായ മറ്റൊരു നിർവചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ധ്യാന ചിന്ത ഇതാണ്: ത്രിയേക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. തൃത്വം ഒരു നിഗൂഢമായ സത്യമാണ്. തൃത്വം എത്ര തന്നെ ചിന്തിച്ചാലും ഒരുപക്ഷെ അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഒത്തിരി ദൈവശാസ്ത്രജ്ഞന്മാർ തൃത്വത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എന്നാലും ഇന്നും അതിൻ്റെ അകത്തുള്ള നിഗൂഢത അത് വ്യക്തമായി വെളിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. 20-ാം നൂറ്റാണ്ടിൽ പ്രൊട്ടസ്റ്റൻ്റ് തിയോളജിയനായ ദൈവശാസ്ത്രജ്ഞനായ വൂൾഫ് ഹാർട്ട് പന്നൻബർഗ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം തൃത്വത്തെക്കുറിച്ച് പഠിച്ചു. അദ്ദേഹം ഒരു പുസ്തകത്തിലൂടെ ചില വെളിപ്പെടുത്തലുകൾ നടത്തി. ആ പുസ്തകത്തിൻ്റെ പേര് സിസ്റ്റമാറ്റിക് തിയോളജി എന്നാണ്. എന്നിട്ട് തൃത്വത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു മോഡലുണ്ട്, റിലേഷണൽ മോഡൽ. ഇന്നത്തെ വചനധ്യാനം ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് പ്രാർത്ഥനയോടുകൂടെ ധ്യാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വചനധ്യാനം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടും വിശ്വാസത്തോടും നമുക്ക് നമ്മുടെ വിഷയത്തെ സമീപിക്കാം. ത്രിയേക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഒന്നാമത്തെ ചിന്ത: ആരാധന ബന്ധങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. ത്രിയേക ദൈവത്തെ ആരാധിക്കുമ്പോൾ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ നാം ഓർമ്മിക്കണം. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. പറയുമ്പോൾ തന്നെ പശ്ചാത്തലം നമുക്കറിയാം. ഉൽപ്പത്തിയാണ് രംഗം. പാഴും ശൂന്യവുമായിരുന്ന ഈ ഭൂമിയിൽ സൃഷ്ടിയുടെ ജീവൻ്റെ തുടിപ്പുകൾ ആരംഭിക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ പശ്ചാത്തലം. ആ സൃഷ്ടിയുടെ പിന്നിൽ ദൈവം എന്ന് പറയുന്നത് നാം നമ്മുടെ സ്വരൂപത്തിൽ. അതിന് വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം അനുസരിച്ച് അവിടെ തൃത്വ സ്വഭാവം കാണാൻ കഴിയുന്നു എന്ന് വിശദമായ പഠിപ്പിക്കലുകൾ, ചിന്തകൾ ഇന്നും ശക്തമാണ്. നാം നമ്മുടെ ഇവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് റിലേഷൻ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം.
റിലേഷന് പ്രാധാന്യം, ബന്ധങ്ങൾക്ക് പ്രാധാന്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഒന്നാമത്തെ ധ്യാന ചിന്ത നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളെ കൂട്ടി ഉറപ്പിക്കുന്നതാകട്ടെ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം ബന്ധങ്ങൾ കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഫാമിലി റിലേഷൻഷിപ്പുണ്ട്, കാഷ്വൽ റിലേഷൻഷിപ്പുണ്ട്, റൊമാൻസ് റിലേഷൻഷിപ്പുണ്ട്, പ്രൊഫഷണൽ റിലേഷൻഷിപ്പുണ്ട്. പക്ഷേ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകണമെങ്കിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ് ട്രസ്റ്റ്, റെസ്പെക്റ്റ്. വിശ്വാസവും പരസ്പര ബഹുമാനവുമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ബന്ധങ്ങളെ ദൃഢപ്പെടുത്തുന്നത്. ഇന്നത്തെ ത്രിയേക ദൈവത്തെ നാം ആരാധിക്കുന്നു എന്നുള്ള ചിന്തയിൽ നാം നിൽക്കുമ്പോൾ ആരാധന സമൂഹമായ നാം പരസ്പരം വിശ്വാസവും പരസ്പരം ബഹുമാനവും കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒന്നാമത്തെ ധ്യാനചിന്ത നമുക്ക് നൽകുകയാണ്. നമുക്കറിയാം, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ പാപികളായ മനുഷ്യരെ തേടി അവരെ ഉദ്ധാരണം ചെയ്യാനായിരുന്നു കർത്താവിൻ്റെ വരവ്. പക്ഷേ ഈ ഭൂമിയിൽ വന്ന ക്രിസ്തു മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, മനുഷ്യരിൽ വിശ്വാസമർപ്പിക്കുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ്. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ ഗുരു ശിഷ്യൻ എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കിയൽ സിസ്റ്റമാണ്. ഒരിക്കലും ഗുരുവും ശിഷ്യനും തുല്യനാകത്തില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ പരസ്പരം വിശ്വസിക്കുന്നതിൻ്റെയും പരസ്പരം അംഗീകരിക്കുന്നതിൻ്റെയും അതിലുപരി റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെയും പ്രതീകമായി യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥനയോടെ ഞാൻ ഒന്നാമത്തെ ചിന്ത ഇവിടെ ചുരുക്കട്ടെ. ചിന്ത ഇങ്ങനെയാണ്, ചിന്ത ശക്തമാണ്. പിതാപുത്ര പരിശുദ്ധാത്മാവാം നാം നമ്മുടെ സ്വരൂപത്തിൽ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? അപ്പോഴാണ് നവസൃഷ്ടികൾ രൂപപ്പെടുന്നത്. സഭ എന്ന് പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്ന സഭ എന്ന് പറയുന്നത് നവസൃഷ്ടികളുടെ അനുഭവങ്ങളാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ശക്തമായിരിക്കണമെന്ന് ഒന്നാമത്തെ ധ്യാനചിന്ത വളരെ ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഒരു സമൂഹമായി ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ നമുക്കൊരുമിച്ച് അതിൽ പങ്കാളിയാകാം, വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം, മുറിഞ്ഞുപോയ ബന്ധങ്ങളെ പൂർണ്ണമായി പണിയുവാൻ ഈ ഒരു ചിന്ത നമ്മെ ശക്തീകരിക്കട്ടെ. നവസൃഷ്ടികളുടെ രൂപാന്തരത്തിന് വേണ്ടി നമുക്ക് പരസ്പര ബഹുമാനം, പരസ്പര വിശ്വാസം ഇവ രണ്ടും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ ചിന്ത, തൃത്വ ആരാധന ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നു. 2, തൃത്വ ആരാധന കൂട്ടായ്മയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. കമ്മ്യൂണിയൻ. തൃത്വ ആരാധന കൂട്ടായ്മയുടെ പ്രാധാന്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ആദിയിൽ വചനം, വചനം ദൈവമായിരുന്നു, ദൈവം വചനത്തോടുകൂടെയായിരുന്നു. യേശുക്രിസ്തുവുമായുള്ള ബന്ധം വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൂട്ടായ്മ ക്രൈസ്തവ അനുഭവത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നതും കൂട്ടായ്മ തന്നെയാണ്. നമുക്കറിയാം, ഈ ആരാധന സമൂഹം ക്രിസ്തീയ മത അനുഭവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആരാധന സമൂഹം, ഒരു സൊസൈറ്റി, അത് സഭയുടെ ആദിമ സമയം മുതൽ തന്നെ, 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇതുവരെയും ആരാധന സമൂഹം ഒരു കേടുപാടും കൂടാതെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യം. കർത്താവായ യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാർക്ക് വിട ചൊല്ലുന്ന സമയത്ത്
അതിന് തൊട്ട് മുൻപായിട്ട് ഒരു കമ്മ്യൂണിയൻ, ഒരു തിരുവത്താഴ ശുശ്രൂഷ ക്രമീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം, ഒരു ഫെലോഷിപ്പ്. ഒന്ന്, നമ്മുടെ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുക എന്നുള്ളതാണെങ്കിൽ, രണ്ട്, ആരാധന എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ പ്രാധാന്യത്തെ തൃത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ അതിന് ഉത്തമ ഉദാഹരണമാണ്. ജോൺ ക്രിസ്റ്റോസം എന്ന് പറയുന്ന സഭാപിതാവ് കൂട്ടായ്മയുടെ ആഴത്തെക്കുറിച്ച് പറഞ്ഞ മനോഹരമായൊരു നിർവചനമുണ്ട്. നിങ്ങൾ ഈ മേശയിൽ വരുന്നത് ന്യായാധിപന്മാരായിട്ടല്ല, മറിച്ച് അനുദപിക്കുന്നവരായിട്ടാണ്. മറ്റൊന്ന്, ഒറ്റിക്കൊടുക്കുന്നവരായിട്ടല്ല, മറിച്ച് വിശ്വാസികളായിട്ടാണ്. നിറഞ്ഞിരിക്കുന്നവരായിട്ടല്ല, വിശന്നിരിക്കുന്നവരായിട്ടാണ്. ക്രിസ്റ്റോസം പറയുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് ഞാൻ നിങ്ങളും പ്രിയപ്പെട്ടവരെ. പക്ഷേ ഈ ഒരു സൊസൈറ്റിയെ തകർക്കാൻ 1-ാം നൂറ്റാണ്ട് മുതൽ ഈ ഒരു കൂട്ടായ്മയെ തകർക്കാൻ വളരെ വളരെ ശക്തമായ ശ്രമങ്ങളുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. ധാരാളം ഇടങ്ങളിൽ ശ്രമങ്ങളുണ്ടായി. നമുക്കറിയാം, പെർസിക്യൂഷൻ, പീഡനങ്ങൾ ധാരാളം അഴിച്ചുവിട്ടു. അനേകം പേരെ യേശുവിന് വേണ്ടി രക്തസാക്ഷികളാകുന്ന അനുഭവങ്ങളുണ്ടായി. ഈ കാലഘട്ടത്തിലും വ്യത്യസ്തമല്ല കേട്ടോ. രൂപത്തിനും സ്വഭാവത്തിനും വ്യത്യാസമുണ്ടെങ്കിലും കൂട്ടായ്മയെ തകർക്കാൻ ശക്തികൾ അകത്തും പുറത്തുമുണ്ട്. ഇവിടെ ആദിമ സഭ പഠിപ്പിക്കുന്ന 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ പെർസിക്യൂഷൻ തകർക്കാൻ വരുന്ന ശക്തികൾ ആദിമ സഭയിലെ വിശ്വാസികളെ ദൃഢപ്പെടുത്തി. ഇന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ അകത്തും പുറത്തും ഉണ്ടാകുമ്പോൾ, നാം നിൽക്കുന്ന സ്ഥലത്തും അതിന് പുറത്തും ഉണ്ടാകുമ്പോൾ, വിശ്വാസികളായ നമുക്കൊരു കടമയുണ്ട്. കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നാം ദൃഢപ്പെടുത്തണം. 2, ഈ മുന്നോട്ട് പോകാനുള്ള ആർജവം നേടിയത് ഈ ഒരു പ്രതികൂല ഘട്ടങ്ങളിൽ അവർ അത് അതിജീവിച്ചപ്പോഴാണ്. ഇത് രണ്ടും ഞാൻ നിങ്ങൾ നേടിയെടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ. ഒന്ന്, വിശ്വാസത്തിൻ്റെ ദൃഢത പ്രാപിപ്പാൻ ഈ പ്രതികൂലങ്ങൾ എന്നെയും നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള, ഞാൻ ഒന്നുകൂടെ എടുത്തു പറയട്ടെ, നമുക്കകത്തും നമുക്ക് പുറത്തുമുള്ള എല്ലാ പ്രതികൂലങ്ങളും വിശ്വാസത്തിൻ്റെ ദൃഢതയിൽ എന്നെ ഉറപ്പിക്കും. 2, ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കാൻ ആവശ്യമായ ഒരു കരുത്ത്, ഒരു ദൈവിക കൃപ നമുക്ക് ആർജിക്കാൻ കഴിയും. അതിലൂടെ കൂട്ടായ്മകൾ ശക്തിപ്പെടും. ത്രിയേക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ തൃത്വ സ്വഭാവം, ഞാൻ ഇന്ന് 2 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഒന്ന്, ബന്ധങ്ങൾ ദൃഢമാകണം, അത് തൃത്വ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. 2, തൃത്വം കൂട്ടായ്മ എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ആരാധന അനുഗ്രഹത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ലേഖന വേദഭാഗം 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. കാരണം ആരാധനയുടെ ഒടുവിൽ ഞാനും നിങ്ങളും ആശീർവാദം പറയാറുണ്ട്, ആശീർവാദം സ്വീകരിക്കാറുണ്ട്. ആ ആശീർവാദ രീതി ഇങ്ങനെയാണ്: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. കൃപ, സ്നേഹം, കൂട്ടായ്മ. പിതാ, പുത്ര, പരിശുദ്ധാത്മാവ്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിൻ്റെ കൃപ, സ്നേഹം, കൂട്ടായ്മ, ഈ 3 അനുഭവങ്ങൾ ചേരുമ്പോഴാണ് അത് ഒന്നായിത്തീരുന്നത്. അതാണ് ബ്ലെസ്സിങ്സ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, ത്രിയേക ദൈവത്തെ ഞാൻ ആരാധിക്കുമ്പോൾ 3 ദൈവങ്ങളും ഒരുമിച്ച് എനിക്ക് നൽകുന്ന ഒന്നാണ് അനുഗ്രഹം. അങ്ങനെയെങ്കിൽ വ്യത്യസ്തരായ ഞാനും നിങ്ങളും, സമൂഹത്തിൽ വ്യത്യസ്ത അനുഭവങ്ങളുമായി ജീവിക്കുന്ന ഞാനും നിങ്ങളും. നമുക്കറിയാം, ഒരു കൈക്ക്
ഒരു കയ്യിൽ 5 വിരലുകളുണ്ടെന്നിരിക്കട്ടെ, 5ഉം 5 സ്വഭാവമാണ്, 5 രൂപമാണ്. 5ഉം ചേർന്നാലേ കൈയുടെ പ്രവൃത്തി പൂർണ്ണമായി ചെയ്യത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭയിൽ ധാരാളം പേരുണ്ട് പ്രിയപ്പെട്ടവരെ. അവർ ഓരോരുത്തരും അവരവരുടേതായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നവരാണ്. അവിടെ ഒരുമിച്ച് നാം ഒരു ഔട്ട്പുട്ട് ലോകത്തിന് കൊടുക്കുമ്പോഴാണ് അത് ബ്ലെസ്സിങ്സ് ആയിട്ട് മാറുന്നത്. പിതാ പുത്ര പരിശുദ്ധാത്മാവ, കൃപ, സ്നേഹം, കൂട്ടായ്മ, അത് അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുമെങ്കിൽ നാം ഒരുമിച്ച് നിന്ന് ഒരു ഔട്ട്പുട്ട് ഈ ലോകത്തിന് കൊടുക്കുമ്പോൾ അതൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് തീരും. തൃത്വം ഒരു നിഗൂഢത നിറഞ്ഞതാണ്. നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ നിഗൂഢമായ ഒരു അനുഭവം ലോകത്തിലേക്ക് പുറപ്പെടും. ഈ നിഗൂഢതയെക്കുറിച്ച് ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഒരു മനോഹരമായ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഗർത്തത്തിൽ വീഴുന്ന സുഹൃത്തിനെ രക്ഷിക്കാൻ ഒരു സുഹൃത്ത് തന്നെ ഇറങ്ങുന്നു. എന്നെ വളരെ സ്വാധീനിച്ച ഒരു കാര്യം അതിൻ്റെ ഇൻ്റർവ്യൂവിൽ, എൻ്റെ യഥാർത്ഥ ആൾക്കാർ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂ, അവർ പറയുന്നൊരു വാക്കുണ്ട്, ഗർത്തത്തിൻ്റെ അകത്ത് പോയ നിമിഷം മുതൽ പുറത്തു വരുന്നത് വരെയും ഈ 2 പേരും തമ്മിലുള്ള സംഭാഷണങ്ങളോ മറ്റൊന്നും അവർ ആരോടും പറഞ്ഞിട്ടില്ല. നിഗൂഢമാണ്. ആ നിഗൂഢതയാണ് ഒരു ബ്ലെസ്സിങ്സായി അവിടെ രൂപപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഏറ്റവും ഹൃദ്യമായ ഒരു ചിന്തയിലേക്കായിരുന്നു ഞാനും നിങ്ങളും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ത്രിയേക ദൈവത്തിൻ്റെ സ്വഭാവം എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. ആ ത്രിയേക ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറയുന്ന പുസ്തകത്തിൽ പന്നൻബെർഗ് പറയുന്ന 3 കാര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നത്തെ വചനധ്യാനം. 1, റിലേഷൻഷിപ്പ്, ബന്ധം. ത്രിയേക ദൈവത്തിൽ നമുക്കത് കാണാൻ കഴിയും. 2, കൂട്ടായ്മ, കമ്മ്യൂണിയൻ. 3, ബ്ലെസ്സിങ്സ്, യൂണിറ്റി. വ്യത്യസ്തമാണ്, എന്നാൽ യൂണിറ്റിയാണ്. ഡിസ്റ്റൻസ് ആണ്, യൂണിറ്റിയാണ്. പിതാ പുത്ര പരിശുദ്ധാത്മാവ, അവർ തരുന്ന ഔട്ട്പുട്ടും വ്യത്യസ്തമാണ്. കൃപ, സ്നേഹം, കൂട്ടായ്മ. പക്ഷെ അത് ഒന്നായി തീരുമ്പോൾ അത് ബ്ലെസ്സിങ്സ് ആണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എത്ര ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഒരു ആരാധനാ സമൂഹമായി നിൽക്കുന്നു. നാം ആരാധിക്കുന്നത് ത്രിയേക ദൈവത്തെയാണ്. ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനധ്യാനത്തിന് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ, ആമേൻ.